ഒരുപാട് മികച്ച താരോദയങ്ങൾക്ക് ഈ സീസണിലെ IPL വേദിയായി കഴിഞ്ഞു. 14കാരനായ വൈഭവ് സൂര്യവംശി മുതൽ 17 വയസ്സുള്ള ആയുഷ് മാത്രേ വരെ ഇക്കൂട്ടത്തിലുണ്ട്. അധികം വൈകാതെ തന്നെ അൺക്യാപ്ഡ് താരങ്ങളായ ഇവരിൽ പലരെയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ കുപ്പായത്തിൽ കാണാൻ സാധിച്ചേക്കുകയും ചെയ്യും. ചില കളിക്കാർ ഇന്ത്യയുടെ അണ്ടർ 19 ടീമിന് വേണ്ടി ഇതിനകം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. IPL കഴിഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത T20 പരമ്പര നടക്കാനിരിക്കുന്നത് ആഗസ്റ്റിൽ ബംഗ്ലാദേശുമായിട്ടാണ്. ഏഷ്യ കപ്പും അടുത്ത വർഷം ICCയുടെ T20 ലോകകപ്പുമെല്ലാം നടക്കാനിരിക്കുന്നതിനാൽ ഏറെ ഗൗരവത്തോടെയായിരിക്കും ഈ പരമ്പരയെ ഇന്ത്യൻ ടീം കാണുകയെന്ന് ഉറപ്പാണ്. ഈ സീസണിലെ IPLൽ വിവിധ ടീമുകൾക്കായി കസറിയ അൺക്യാപ്ഡ് താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ ടീമിനെ ഈ പരമ്പരയിൽ ഇറക്കിയാൽ എങ്ങനെയിരിക്കും? ബംഗ്ലാദേശിനെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ഈ അൺക്യാപ്ഡ് 11ൽ ആരൊക്കെയാവും ഇടം പിടിക്കുകയെന്നും നോക്കാം. ഇന്ത്യൻ അൺക്യാപ്ഡ് 11ന്റെ ടോപ്പ് 3യിലേക്ക് വന്നാൽ ഓപ്പണിംഗിലുള്ളത് വൈഭവ് സൂര്യവംശിയും പ്രിയാൻഷ് ആര്യയുമാണ്. ഇത്തവണത്തെ IPLലൂടെ അരങ്ങേറുകയും കന്നി സീസണിൽ തന്നെ സെഞ്ചുറിയുമായി വരവറിയുകയും ചെയ്തിട്ടുള്ള താരങ്ങളാണ് ഇരുവരും. വെടിക്കെട്ട് ഇന്നിംഗ്സുകൾ കളിക്കാനുള്ള മിടുക്കാണ് ഇടംകൈയ്യൻ ബാറ്റർമാരായ പ്രിയാൻഷിനെയും വൈഭവിനെയും സ്പെഷ്യലാക്കി മാറ്റുന്നത്. ഈ സീസണിൽ പഞ്ചാബ് കിങ്സിന്റെ കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കുന്നയാളാണ് പ്രിയാൻഷ്. ഈ സീസണിൽ പഞ്ചാബിന്റെ 11 മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. 199.77 സ്ട്രൈക്ക് റേറ്റിൽ 347 റൺസ് പ്രിയാൻഷിന്റെ അക്കൗണ്ടിലുണ്ട്. എന്നാൽ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസന്റെ പകരക്കാരനായി വന്ന് ഓപ്പണിംഗിൽ സാന്നിധ്യം അറിയിച്ച താരമാണ് 14കാരനായ വൈഭവ്. വെറും 35 ബോളിലാണ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ താരം സെഞ്ചുറി കണ്ടെത്തിയത്. ഇതോടെ IPLലെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി അടക്കം പല റെക്കോർഡുകളും വൈഭവ് പഴങ്കഥയാക്കുകയും ചെയ്തു. 5 മത്സരങ്ങളിൽ നിന്നും 209.45 സ്ട്രൈക്ക് റേറ്റിൽ 155 റൺസാണ് വൈഭവ് ഇതിനകം നേടിയത്. ഈ ഇന്ത്യൻ 11ലെ മൂന്നാമൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 17കാരനായ ഓപ്പണർ ആയുഷ് മാത്രയാണ്. പകരക്കാരനായി ടീമിലെത്തിയ താരം ഇതിനകം മിന്നുന്ന പ്രകടനത്തിലൂടെ ടീമിന്റെ ഭാവി വാഗ്ദാനമായി മാറിക്കഴിഞ്ഞു. 4 മത്സരങ്ങളിൽ നിന്നും 185.22 സ്ട്രൈക്ക് റേറ്റിൽ മാത്രമേ നേടിയത് 163 റൺസാണ്. IPLലെ അൺക്യാപ്ഡ് ഇന്ത്യൻ 11ന്റെ മധ്യനിരയിലേക്ക് വന്നാൽ 4ാം നമ്പറിൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ആയുഷ് ബദോനിയാണ്. ടീമിനെ നയിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. 5 മുതൽ 7 വരെ സ്ഥാനങ്ങളിൽ പ്രഭ് സിമ്രൻ സിംഗ്, നെഹാൽ വധേര, വിപ്രജ് നിഗം എന്നിവരുമുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസിനായി ഈ സീസണിൽ 10 ഇന്നിംഗ്സുകളിൽ നിന്നും 252 റൺസ് സ്കോർ ചെയ്ത ബദോനി മികച്ച ഫോമിലാണ്. പഞ്ചാബ് കിങ്സിന്റെ വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായ പ്രഭ് സിമ്രൻ മിന്നുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മത്സരങ്ങളിൽ നിന്നും 437 റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. പഞ്ചാബിന്റെ തന്നെ താരമാ വധേര 9 ഇന്നിംഗ്സുകളിൽ നിന്നും 210 റൺസും നേടിയിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ വിപ്രാജ് 6 ഇന്നിംഗ്സുകളിൽ നിന്നും 104 റൺസും 9 വിക്കറ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി 11ന്റെ ബൗളിംഗ് ലൈനപ്പിലേക്ക് വന്നാൽ സ്പിൻ നിരയിലുള്ള മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ, LSGയുടെ ദിഗ്വേഷ് റാട്ടി എന്നിവരാണ്. പേസ് നിരയിൽ അശ്വിനി കുമാർ അല്ലെങ്കിൽ പ്രിൻസ് യാദവ് എന്നിവരിലൊരാളെ ഉൾപ്പെടുത്താം. മറ്റൊരു പേസർ KKRന്റെ വൈഭവ് അറോറയാണ്. മുംബൈക്കായി 5 കളിയിൽ 6 വിക്കറ്റുകളാണ് വിഘ്നേഷ് പിഴുതത്. LSGക്കായി ദിഗ്വേഷ് 12 വിക്കറ്റുകളും വീഴ്ത്തി. പ്രിയാൻഷ് ആര്യ, വൈഭവ് സൂര്യവംശി, ആയുഷ് മാത്രേ, ആയുഷ് ബദോനി, പ്രഭ് സിമ്രൻ സിംഗ്, നെഹാൽ വധേര, വിപ്രജ് നിഗം, ദിഗ്വേഷ് റാട്ടി, വിഘ്നേഷ് പുത്തൂർ, അശ്വിനി കുമാർ അല്ലെങ്കിൽ പ്രിൻസ് യാദവ്, വൈഭവ് അറോറ എന്നിവരായിരിക്കാം അൺക്യാപ്ഡ് പ്ലേയേഴ്സ്.